നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ? അപ്പം ഇത് ഈ ഒരു സെറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരായിരിക്കും. ചിലര് അപ്ലൈ ചെയ്ത് കാണും. അപ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണെങ്കിലും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൽ വരുത്തുന്ന മിസ്റ്റേക്സ് നിങ്ങളെ ചിലപ്പോൾ സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിൽ നിന്ന് തന്നെ പുറകോട്ട് വലിക്കാനും ക്വാളിഫൈ ചെയ്യും എന്ന് പ്രതീക്ഷിച്ച എക്സാം ക്വാളിഫൈ ചെയ്യാതെ പോകുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും. അത് എന്തെല്ലാമാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ. അതായത് ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ, അതായത് ആദ്യമേ അപ്ലൈ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. ഒരു 2 വട്ടമൊക്കെ അപ്ലൈ ചെയ്ത് മൂന്നാമത്തെ ഒരു സെറ്റ് എക്സാം എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു എന്താ പറയുക ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സാധാരണ നമ്മൾ നോർമലി കാണുന്ന ഒരു പേജിലോട്ടല്ല നമ്മൾ പോകുന്നത് എന്ന് തന്നെയാണ് വലിയൊരു മാറ്റമായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ഒന്നും ഈ ഒരു സൈറ്റ് അറിയില്ല, എവിടെ കയറി അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളില് എന്താ അടിക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കേ, LBS കേരള സെറ്റ് ജൂലൈ 2025 എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു പേജിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം, അതായത് അപ്ലിക്കേഷൻ ഒക്കെ മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിക്കേ, പ്രോസ്പെക്ടസ് സെറ്റ് ജൂലൈ 2025 എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ആ ഒരു പ്രോസ്പെക്ടസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഈച്ച് ആൻഡ് എവറി ലൈൻ വായിച്ചു പോവാ നിങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ വായിക്കുക. നോട്ടിഫിക്കേഷൻ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കേ, കുറച്ച് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 28-ാം തീയതി മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. മെയ് മാസം 28-ാം തീയതി വരെ, അതായത് മിഡ് നൈറ്റ് വരെയാണ് ആ ഒരു ഏകദേശം 1 month ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാരണവശാലും അവസാനത്തേക്ക് മാറ്റരുത്. സാധാരണ രീതിയിൽ LBS കേരള അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അധികം എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ 28 എന്നുള്ളത് ചിലപ്പോൾ അത് ജൂണിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ആവാം, ഉറപ്പില്ല. സാധാരണ രീതിയിൽ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 1 week ഒക്കെ നീട്ടി കൊടുക്കാറുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇപ്രാവശ്യം വരും എന്നുള്ള ഓവർ പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 28 എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 24th ആകുമ്പോഴേക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് പറയുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാണ് നമ്മൾ ഓൺലൈൻ പേയ്മെന്റിലോട്ട്, അതായത് നമ്മുടെ ബേസിക് നമ്മുടെ ഒരു ഡാറ്റ ഫിൽ ചെയ്യുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞാലാണ് പേയ്മെന്റിലേക്ക് പോകുന്നത്. അത് 30-ാം തീയതി വരെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പോസ്റ്റിൽ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എപ്പോ നിങ്ങൾക്കൊരു സ്ക്രൈബിന് ആവശ്യമില്ലാത്തിടത്തോളം കാലം, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു സ്ക്രൈബിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രിന്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. അതർവൈസ് നിങ്ങൾക്ക് അത് ഓൺലൈൻ ആയിട്ട് ഒന്ന് പ്രിന്റ് പ്രിവ്യൂ വരുമ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഫർദർ നമുക്കൊരു എന്താ പറയാ റെഫറൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. ഇനി എഡിറ്റ് ചെയ്യാം. മനുഷ്യനാണ്, നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഞാനിനി എന്ത് പറഞ്ഞാലും, നിങ്ങൾ ഇനി എന്തൊക്കെ കേട്ടാലും മനുഷ്യരാണ്. മനുഷ്യ സഹജമായിട്ടുള്ള മിസ്റ്റേക്സ് തീർച്ചയായിട്ടും സംഭവിക്കാം അല്ലെ? അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നാണോ ലാസ്റ്റ് ഡേറ്റ് അത് കഴിഞ്ഞ് 2 ദിവസം, 28-നാണെങ്കിൽ 29th to 31 വരെ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക്, അതായത് 29th തുടങ്ങി 31, അപ്പൊ ഏകദേശം 3 ദിവസം കിട്ടും അല്ലെ? 29th കിട്ടും, 30th കിട്ടും, 31 കിട്ടും. അങ്ങനെ ഏകദേശം 3 ദിവസം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. അതായത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിരുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നാണ് എക്സാം ഡേറ്റ് എന്ന് പറയാത്തതുകൊണ്ട് തന്നെ ഓൺലൈൻ അഡ്മിഷൻ എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഈ ഡേറ്റ് നോക്കി വെച്ചു. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഡിക്ലറേഷൻ ഫോം ഫോർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓൺലൈൻ പേയ്മെന്റ് പോളിസി, അത് എങ്ങനെ ഓൺലൈനിൽ എങ്ങനെ പേയ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്, അതും വായിച്ചു നോക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് നോട്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇയർ PG BEd സ്റ്റുഡൻസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ സെറ്റ്. അതെന്താന്ന് വെച്ചാൽ
ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ സെക്കൻഡ് സെം ആണ്, തേർഡ് സെം ആണ്, സെക്കൻഡ് ഇയർ ആണെന്നുള്ളത്. ഇവിടുത്തെ സംഭവം എന്താന്ന് വെച്ചാല് ഇപ്പൊ നോക്കിക്കോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാം എന്ന് പറയുന്നത് എന്നാണ്? ജൂലൈ 2025 എക്സാം നടക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഇതിന്റെ റിസൾട്ട് ജൂലൈയിൽ നടന്നു എന്ന് വെച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആവുമ്പോ എന്ത് വരും? റിസൾട്ട് വരും അല്ലെ? അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പൊ സെപ്റ്റംബറിൽ വന്നാൽ സെപ്റ്റംബർ 2026 വരെ വിത്തൗട്ട് ഫൈൻ നമുക്ക് ഒറിജിനൽ സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഒറിജിനൽ സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ PGയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും BEdന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും ആവശ്യമാണ്. അതായത് ആ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. സോ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ 2026 സെപ്റ്റംബറിനകത്ത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന PG BEd സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യരുത് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞു, ഇപ്പൊ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെം കഴിഞ്ഞു, തേർഡ് സെമ്മിന്റെ ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ തേർഡ് സെമ്മിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ സെക്കൻഡ് സെം ഇപ്പൊ നടക്കും, തേർഡ് സെം ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാം? സെറ്റിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഡ്യൂറിംഗ് ദി ഓൺലൈൻ രജിസ്ട്രേഷൻ സ്പെസിഫൈ ദ റിസർവേഷൻ കാറ്റഗറി. വെരി ഇമ്പോർട്ടന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടില്ല എന്നുള്ളത്. എന്താ റീസൺ എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. OBC രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് ഉള്ളതും അല്ലാത്തതും. OBC ആണ് നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അവർക്ക് അതിന്റെ ആ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതിനുള്ള ഒരു പ്രിവിലേജ് ആയിട്ട് മാർക്കിലൊക്കെ കാര്യങ്ങൾ വരുള്ളൂ. അല്ലാത്ത പേര് അല്ലെങ്കിൽ അല്ലാത്ത ആളുകളെ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതെങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി OBC നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ്. ഈ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് എപ്പോ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം എന്ന്. നമ്മളെ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതാത് ആ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വാങ്ങിയാൽ മതിയാവും. ഇവിടെ നോക്കിക്കേ, 2024 ഏപ്രിൽ 29നും 2025 മെയ് 31നും ഇടയിൽ വാങ്ങിയ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. സോ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഈ ടൈം പീരീഡിനകത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ആ ഒറിജിനൽ ആണ് നമ്മൾ സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഈ ഒരു നമ്പർ വെച്ച് നിങ്ങൾ സെറ്റ് അപ്ലൈ ചെയ്തിട്ട് പിന്നീട് പുതിയ സെറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുതിയ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ല സെറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ സെറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യേണ്ടത്. സോ അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇനി അപ്ലിക്കേഷൻ ഫീ വിൽ ബി അക്സെപ്റ്റഡ് ഓൺലൈൻ ഓൺലി. ഒരിക്കലും അയച്ചു കൊടുക്കാനൊന്നും നിൽക്കരുത്. പിന്നെ അത് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെറ്റ് പാസ് സർട്ടിഫിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ പറയുന്നതിന്റെ റീസൺ ഇതാണ്. നിങ്ങൾ വൺ സെറ്റ് ക്വാളിഫൈ ചെയ്താലും നിങ്ങൾക്ക് ആ സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്വാളിഫൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ അങ്ങനെ സെറ്റ് നേടിയിട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഈ ഡേറ്റുകളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നതാണ്. ഇനി നോക്കിക്കേ, ഇതാണ് നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ നോക്കുക, ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പോയി കയറുന്ന പേജ് ഇതാണ്. അതില് ഫസ്റ്റ് വൺ കണ്ടോ, ക്ലിക്ക് ടു ഗെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ്, തീർച്ചയായിട്ടും വായിക്കുക. ഇനി ടൈം യൂസർ, ഫസ്റ്റ് ടൈം യൂസേഴ്സ് ക്ലിക്ക് ഹിയർ ന്യൂ രജിസ്ട്രേഷൻ. നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്ത് ചെന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വരും. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് വരും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് സെറ്റ് പരീക്ഷ കഴിയുന്നത് വരെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള നമ്പർ മാത്രം കൊടുക്കുക. ചില ആൾക്കാർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ്, ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഹസ്ബൻഡിന്റെയോ അച്ഛന്റെയോ നമ്പർ കൊടുക്കും. എന്നിട്ട് ഈ ആക്സസ് കീ വിട്ടുപോകും. അപ്പൊ നമ്പർ കൊടുക്കാന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നമ്പർ എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. സോ നിങ്ങൾ ഏത് നമ്പർ യൂസ് ചെയ്താലും അത് സെറ്റിന്റെ റിസൾട്ട് വരുന്നവരെയെങ്കിലും അല്ലെ, ഒരു അറ്റ്ലീസ്റ്റ് ഈ വർഷം മുഴുവൻ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള നമ്പർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഏത് നമ്പറാ കൊടുത്തത് എന്നുള്ളതും നിങ്ങൾ ഓർത്തു വെക്കാം. കാരണം നിങ്ങളുടെ ചിലവരൊക്കെ 2 സിമ്മും 2 ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അതിൽ മൊത്തം 4 സിമ്മും ഉണ്ടാവും. അതിൽ ഏത് സിമ്മിലെ നമ്പറാ കൊടുത്തത് എന്നുള്ളത് അവരവർക്ക് ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇതാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ക്ലിക്ക്
സെലക്ട് കമ്മ്യൂണിറ്റി. കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക, ജനറൽ എന്ന് വരും, പിന്നെ OBC നോൺ റിസർവേഷൻ കാറ്റഗറി എന്ന് പറഞ്ഞു വരും, പിന്നെ OBC നോൺ ക്രിമിലെയർ എന്ന് പറഞ്ഞു വരും, പിന്നെ SC ST വരും, പിന്നെ PH വരും. ഓക്കെ, അങ്ങനെയാണ് വരുന്നുണ്ടാവുക. അതില് നിങ്ങള് നോക്കിക്കേ, ഇവിടെ കണ്ടോ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇതൊക്കെ ചൂസ് ചെയ്തു. ഇവിടെ കണ്ടോ, ഞാൻ OBC നോൺ ക്രിമിലെയർ എന്ന് ചൂസ് ചെയ്താൽ ഇവിടെ കിടക്കുന്ന കണ്ടോ, ഇവിടെ ക്ലിക്ക് ടു സെലക്ട് കമ്മ്യൂണിറ്റിയിൽ ഈ OBC നോൺ ക്രിമിലെയർ എന്നത് നിങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്റ്റ് ചെയ്താൽ മാത്രമാണ് താഴെ എന്ത് വരിക, കണ്ടോ, ഇവിടെ കണ്ടോ, ഡേറ്റ്, മന്ത്, ഇയർ, പിന്നെ ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ. ഇവിടെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നമ്പർ കൊടുക്കേണ്ടത്. ഫോട്ടോ കോപ്പി എടുക്കുക, അറ്റസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതിലെ ഡീറ്റെയിൽസ് ഇവിടെ ഇട്ട് കൊടുക്കാം. വൺസ് നിങ്ങൾ ഇവിടെ നോൺ ക്രിമിലെയർ ചൂസ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള പ്രൊവിഷൻ വരില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ റിസർവേഷൻ കാറ്റഗറിക്കാർക്കും. ഓക്കെ, ഇങ്ങനെ ചൂസ് ചെയ്താൽ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അവിടെ നിങ്ങൾ നമ്പർ അടിച്ചു കൊടുക്കുക, സാധാരണ പോലെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ നോൺ ക്രിമിലെയറും ഇതൊക്കെ പറയുന്നതെന്ന് വെക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 40% മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. അതായത് പേപ്പർ 1 48 വേണം, പേപ്പർ 2 48 വേണം, പേപ്പർ ഗ്രാൻഡ് ടോട്ടൽ അഗ്രിഗേറ്റ് ആയിട്ട് ഏകദേശം 115 പോയിന്റ് ആണ്. ഞാനത് 116 ആക്കി റൗണ്ട് ഓഫ് ചെയ്യുന്നു. ഇനി ഇവിടെ 35 വരുമ്പോൾ ഇവിടെ 42, ഇവിടെ 42, ഇവിടെ ഏകദേശം 108 മാർക്സ് വേണം. ഇവിടെയും 42, ഇവിടെയും 42 മാർക്സ്, ഇവിടെ ഏകദേശം 96 മാർക്സ് വേണം. അപ്പം ഈ 108ന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സപ്പോസ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ 109 മാർക്ക് നേടിയാലും നിങ്ങൾ സെറ്റ് ക്വാളിഫൈ ചെയ്യില്ല. കാരണം എന്താ, ജനറൽ കാറ്റഗറിയിൽ പോയി കിടക്കുവാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഡിഫറെന്റ് ലേബിൾഡ് ആണെങ്കിലും SC ST ആണെങ്കിലും നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഓപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇനി OBC SC ST കാൻഡിഡേറ്റ് അവൈലിംഗ് ദിസ് കൺസെഷൻ ഷുഡ് സബ്മിറ്റ് നോൺ ക്രിമിലെയർ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം ദ റവന്യൂ അതോറിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ എബോവ് വാലിഡ് സർട്ടിഫിക്കറ്റ് ദ മാർക്ക് കൺസെഷൻ വിൽ നോട്ട് ബി ഗിവൺ. അതാണ് ഞാൻ പറയുന്നത്. അതാ, കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, അതില്ലാതെ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യും. സെറ്റ് നേടാതിരിക്കൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യണം, 96 വാങ്ങേണ്ടവിടെ 116 വാങ്ങണം, 108 മാർക്ക് വാങ്ങേണ്ടവിടെ 116 മാർക്ക് വാങ്ങേണ്ടി വരും. അതാണ് അവിടുത്തെ കാര്യം. ഇത് മാർക്ക് എങ്ങനെ നോക്കുന്നത്, ഈ 116 108 ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ വഴിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ചുമ്മാ പോയി സെറ്റ് എഴുതുകയല്ല വേണ്ടത്, നമുക്ക് അതിനെക്കുറിച്ച് ധാരണ വേണം. ഇനി ഇത് എന്താന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഈ സെക്കൻഡ് ഇയറും ഫൈനൽ സെമസ്റ്റർ ഉള്ള കുട്ടികൾക്ക് കണ്ടോ, ഫൈനൽ ഇയർ കുട്ടികൾക്ക് സെറ്റ് അപ്ലൈ ചെയ്യാം. ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തവരാണെന്നും സെക്കൻഡ് ഇയറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ആ ഡിക്ലറേഷന്റെ ഫോം ഞാൻ ആ കാണിച്ച ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എന്താണ്, ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ആം എ സ്റ്റുഡന്റ് ഓഫ് ഫൈനൽ ഇയർ PG or B.Ed course during the period of submission of the application as per the notification this. ഇവിടെ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഇടുക, ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ സൈനും സിഗ്നേച്ചറും ഇടുക, സോറി സൈനും നെയിമും എഴുതുക. ഓക്കെ, ഇവിടെ ഓഫീസിൽ നിർബന്ധമാണ്. ഇതുകൂടി എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഡിക്ലറേഷൻ ഫോം എന്ന് പറയുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓൺലൈൻ ഇതൊക്കെ കഴിയും. ഇനി എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ളത് അത് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞു, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക, അപ്ലോഡിംഗ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സൈസ് ഇതാണ്, ഓർത്ത് വെക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇട്ടു എന്ന് മാത്രം. ഓൺലൈൻ പേയ്മെന്റ് ഫീസ് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്ത് ചെയ്യാം. പ്രിന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. സ്ക്രൈബിന് കണ്ടോ, ഇവിടെ നോക്കിക്കേ, in order to avail scribe facility the differently challenged candidates must send the printout of their online application and the copy of the medical certificate. അപ്പൊ എന്ത് ചെയ്യണം, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്താൽ മതി, അത് നമ്മൾ ഒരു സോഫ്റ്റ് കോപ്പി സൂക്ഷിച്ചാൽ മതി. ഇങ്ങനെ ഒരു സ്ക്രൈബിനെ ആവശ്യമുള്ളവർ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് എന്ത് ചെയ്യണം, ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രിന്റും എടുത്തിട്ട് എവിടേക്ക് അയച്ചു കൊടുക്കണം, നമ്മുടെ LBS സെന്ററിലേക്ക് അയച്ചു കൊടുക്കണം. ക്ലിയർ ആയല്ലോ? ഇനി അപ്ലോഡിംഗ് ഫോട്ടോ ഇൻസ്ട്രക്ഷൻസ്, ഫോട്ടോന്റെ ആ ഒരു കണക്കൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അവിടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ടുണ്ട്, അത് വായിച്ചു മാത്രം ചെയ്യുക.
ഓക്കെ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പുതിയതായിട്ടുള്ള നടന്നതൊന്നും അല്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രോസ്പെക്ടസ് കംപ്ലീറ്റ് ആയി വായിക്കുക എന്നതാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. കാരണം നമ്മുടെ അപ്ലിക്കേഷൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. നമ്മുടെ സെറ്റ് വിജയത്തിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഈ അപ്ലിക്കേഷൻ അയക്കുക. അത് കൊടുക്കാത്തിടത്തോളം കാലം എത്രയോ പേര് കഴിഞ്ഞ ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് ഇതിന്റെ കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയിലും മിനിമം ഒരു 5 പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. മിസ്സേ ഞങ്ങൾ കൊടുത്തപ്പോ OBC കാറ്റഗറി ആയിരുന്നു, പക്ഷെ ഹാൾ ടിക്കറ്റ് വന്നപ്പോഴും റിസൾട്ട് വരുമ്പോഴും ഞാൻ ജനറൽ ആയിട്ട് കാണുന്നു എന്ന്. അത് ഈ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നത് കൊണ്ടാണ്. അപ്പൊ അവര് വളരെ സന്തോഷിക്കും. 109 110 മാർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ റിസൾട്ട് വരുമ്പോ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത്. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കണക്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് തുടങ്ങിയത് അറിഞ്ഞു കാണും. അവിടെ ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ജനറൽ പേപ്പറിനും മാത്സിനും മാത്രം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡൗട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് കണക്ട് ചെയ്യൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.